കർഷകരുടെ ഡൽഹി വളയിൽ സമരത്തെ നേരിടാൻ കടുത്ത നടപടികളുമായി ഹരിയാന സർക്കാർ രംഗത്ത് വന്നു. അതിർത്തികളൊക്കെ അവർ അടച്ചുപൂട്ടി. ഇന്റർനെറ്റ് SMS സേവനങ്ങൾ നിയന്ത്രണത്തോടെ നടപ്പിലാക്കി. മറ്റന്നാളാണ് കർഷക സംഘടനകൾ നടത്താൻ പോകുന്ന സമരം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിശേഷങ്ങളുമായി അപ്ഡേറ്റ്സുമായി ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. ഡൽഹിയുടെ കാലാവസ്ഥ എങ്ങനെയാണ് ബൽറാം ഇപ്പോൾ? അത് കഴിഞ്ഞാൽ നമുക്ക് സമരത്തിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ് SKN. ഡൽഹിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തണുപ്പിന് നേരിയ കുറവുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കടുത്ത മഞ്ഞും ഒപ്പം തന്നെ തണുപ്പുമുണ്ട്. മൂടൽമഞ്ഞ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇത്തരത്തിൽ കാലാവസ്ഥ ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ ഈ തണുപ്പ് കുറയുന്ന ഒരു ഘട്ടത്തിൽ. അതേസമയം കർഷകർ വീണ്ടും ഒരു 2020 ചരിത്രപരമായ കർഷക സമരത്തിൻ്റെ ഒരു രണ്ടാം ഭാഗത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. രണ്ട് വിഭാഗം, സംയുക്ത കിസാൻ മോർച്ച രണ്ട് വിഭാഗമായി പിരിഞ്ഞിരുന്നു ഡൽഹി സമരത്തിന് പിന്നാലെ. സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കലും സംയുക്ത കിസാൻ മോർച്ച എന്ന വിഭാഗവും. അതിൽ ഈ നോൺ പൊളിറ്റിക്കൽ വിഭാഗം കടുത്ത ഒരു സമരപ്രഖ്യാപനമാണ് പെട്ടെന്ന് നടത്തിയത്. 2 ദിവസം മുമ്പ് ഡൽഹി വളയൽ എന്ന സമരം ആണ് നടത്തിയത്. ഫെബ്രുവരി 13-ന് വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തി ഡൽഹി വളയും എന്ന പ്രഖ്യാപനം നടത്തി. അന്ന് രാത്രി തന്നെ 3 കേന്ദ്രമന്ത്രിമാർ ചർച്ചയ്ക്കായി ചണ്ഡീഗഡിൽ എത്തുകയും, എന്നാൽ ആ ചർച്ച പൂർണ്ണമായും ഒരു സമവായത്തിൽ എത്തിക്കാനായിരുന്നില്ല. സമരത്തിലുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടിൽ തന്നെയാണ് കർഷക സംഘടനകൾ ഉള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഹരിയാന സർക്കാർ കടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. പഞ്ചാബിൽ നിന്ന് ഹരിയാനയിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന അതിർത്തികളെല്ലാം അടച്ചുപൂട്ടിയിരിക്കുകയാണ്. കൂടാതെ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചാബിൽ നിന്നും ഡൽഹിയിലേക്കുള്ള റോഡുകളിൽ അതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ പോലീസ് ഈ അതിർത്തികളിൽ നൽകുന്നു. ഒപ്പം തന്നെ ഇന്റർനെറ്റ് സേവനം പൂർണ്ണമായും തന്നെ റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ, ബൾക്ക് SMS സംവിധാനങ്ങളും നിയന്ത്രിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലഭ്യമല്ല. ഇത് ഏതാണ്ട് 7ഓളം ജില്ലകളിലാണ് നടപ്പാക്കിയിരിക്കുന്നത് ഈ ബൾക്ക് SMS സംവിധാനം. ഇന്ന് പുലർച്ചെ 6 മണി മുതൽ 13-ാം തീയതി രാത്രി 12 മണി വരെയാണ് നിലവിൽ ഇറങ്ങിയിരിക്കുന്ന ഉത്തരവിലൂടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ പോലീസിനെയും അതിർത്തികളിൽ ശക്തമായി തന്നെ വിന്യസിച്ചിട്ടുണ്ട്. എന്നാൽ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ് കർഷകർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന് ഒപ്പം തന്നെ 2020 ഇതിന് സമാനമായി ട്രക്കുകളിലും മറ്റും മുഴുവൻ സാധന സാമഗ്രികളും നിറച്ച് ഗോതമ്പും അരിയും ഒപ്പം തന്നെ പച്ചക്കറികളും നിറച്ചാണ് സമരത്തിനായി പ്രത്യേക ട്രോളികൾ തയ്യാറാക്കി കർഷകർ തയ്യാറെടുത്തു വരുന്നത്. ഒപ്പം തന്നെ സംയുക്ത കിസാൻ മോർച്ച ഈ മാസം 16-ന് ഭാരത് ബന്ധും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ MSP എന്ന ആവശ്യമാണ്. അതിനായുള്ള നിയമം ഉടൻ പ്രാബല്യത്തിൽ വരുത്തണം, കാർഷിക കടങ്ങൾ എഴുതി തള്ളണം എന്നതടക്കമുള്ള 9 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ കർഷക പ്രക്ഷോഭത്തിന്റെ രണ്ടാം ഘട്ടത്തിനായി കർഷകർ തയ്യാറെടുക്കുന്നത്. SKN. താങ്ക് യു.